റേഡിയോ ലൈവ് ന്യൂസ് അപ്ഡേറ്റ് brought to you by ജോസ്കോ ജുവലേഴ്സ് ഷോറൂമുകളിൽ സ്വർണ്ണ വജ്രാഭരണങ്ങൾക്ക് ഓഫറുകളുടെയും സമ്മാനങ്ങളുടെയും വിരുന്നൊരുക്കി ജൂൺ 21 മുതൽ ഗ്രാൻഡ് NRI ഗോൾഡൻ ഫെസ്റ്റ്. നമസ്കാരം, ലൈവ് ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വാർത്തകളുമായി അരുൺ. ലേബർ ചെങ്കോട്ടകളിൽ റീഫോം UK മുന്നേറ്റം തടയാൻ ലക്ഷ്യമിട്ട് ബ്രിട്ടന്റെ വ്യവസായ തന്ത്രങ്ങൾ മെച്ചപ്പെടുത്താൻ 275 മില്യൺ പൗണ്ട് നിക്ഷേപിക്കാൻ ഗവൺമെന്റ് പദ്ധതി. ടെക്നിക്കൽ ട്രെയിനിംഗ് അപ്രന്റീസ്ഷിപ്പുകൾക്കായാണ് ഈ തുക ഇറക്കുന്നത്. ഇംഗ്ലണ്ടിന്റെ നിർമ്മാണ മേഖലകളിൽ നിക്കൽ ഫെരാഗിന്റെ സ്വാധീനം വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് ലേബർ നീക്കം. പുതിയ ടെക്നിക്കൽ കോളേജുകൾക്ക് ഫണ്ടിംഗ് ലഭ്യമാക്കുമെന്ന് ബിസിനസ് സെക്രട്ടറി ജോനാഥൻ റൈനോൾഡ്സ് പാക്കേജ് പ്രഖ്യാപിക്കവേ വ്യക്തമാക്കി. കൂടാതെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡിജിറ്റൽ മാനുഫാക്ചറിംഗ് എന്നിവയിൽ ഹ്രസ്വകാല കോഴ്സുകളും നൽകും. ഇംഗ്ലണ്ടിലെ ട്രെയിനിംഗ് പരിശീലകർക്ക് സുപ്രധാന ക്യാപിറ്റൽ അപ്ഗ്രേഡും ലഭ്യമാക്കും. എഞ്ചിനീയറിംഗ്, ഡിഫൻസ് കൂടാതെ ഉയർന്ന വളർച്ച രേഖപ്പെടുത്തുന്ന മേഖലകളായ ബാറ്ററി നിർമ്മാണം, നൂതന നിർമ്മാണ മേഖല എന്നിവിടങ്ങളിൽ ദീർഘകാലമായി നിലനിൽക്കുന്ന സ്കിൽ ക്ഷാമം പരിഹരിക്കാൻ പദ്ധതി ലക്ഷ്യമിടുന്നു. വിദേശ ജോലിക്കാരെ അമിതമായി ആശ്രയിക്കുന്ന രീതി അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ടാണ് ഈ സ്ട്രാറ്റജിയെന്ന് അധികൃതർ വ്യക്തമാക്കി. സുപ്രധാന വ്യവസായങ്ങൾക്ക് ആവശ്യമായ ടാലന്റ് ആഭ്യന്തരമായി വികസിപ്പിക്കുന്നുവെന്ന് ഉറപ്പിക്കാനാണ് ഇത് സഹായിക്കുക. രാജ്യത്തിന്റെ ശേഷി നഷ്ടപ്പെടുന്നുവെന്ന് ഫെരാഗിന്റെ തുടർച്ചയായുള്ള പ്രസ്താവനകളെ ഇതുവഴി നേരിടാമെന്നാണ് ലേബർ പ്രതീക്ഷിക്കുന്നത്. ഏറ്റവും ഒടുവിൽ നടന്ന അഭിപ്രായ സർവേയിൽ ഭരണകക്ഷിയായ ലേബർ പാർട്ടിയേക്കാൾ 9 പോയിന്റുകൾക്ക് റീഫോം UK പാർട്ടി കുതിപ്പ് തുടരുന്ന കാഴ്ചകളാണ് കാണുന്നത്. റീഫോം പാർട്ടിക്ക് വോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരുടെ എണ്ണം ടോറികൾക്ക് വോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരുടെ എണ്ണത്തേക്കാൾ ഇരട്ടിയിലധികമായതാണ് മറ്റൊരു പ്രധാന കാര്യം. ടോറികൾക്ക് 15% വോട്ടുകൾ ലഭിച്ചപ്പോൾ ലേബർ പാർട്ടിക്ക് 25%, റീഫോം UKക്ക് 34% വോട്ട് ലഭിച്ചു. എപ്സോസ് നടത്തിയ അഭിപ്രായ സർവേയുടെ ഫലം സൂചിപ്പിക്കുന്നത് റീഫോം പാർട്ടിയുടെ അതിവേഗമുള്ള വളർച്ചയെയാണ്. അതിനോടൊപ്പം അധികാരത്തിലേറി ആദ്യ വർഷം തന്നെ കീർ സ്റ്റാർമറുടെയും ചാൻസലർ റേച്ചൽ റീവ്സിന്റെയും ജനപിന്തുണ കുത്തനെ ഇടിയുന്നതും ഇതിൽ വ്യക്തമാണ്. ഇതേ വോട്ടിംഗ് പാറ്റേൺ തന്നെയാണ് പൊതു തെരഞ്ഞെടുപ്പിലും ദൃശ്യമാകുന്നതെങ്കിൽ റീഫോം UK ജനപ്രതിനിധി സഭയിൽ 400 സീറ്റുകൾ നേടുമെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് 200 സീറ്റുകളുടെ ഭൂരിപക്ഷം. ഈ അഭിപ്രായ സർവേ ഫലം പ്രതിഫലിപ്പിക്കുന്ന മറ്റൊരു വസ്തുത ലേബർ പാർട്ടിയുടെ 54% വോട്ടർമാരും കൺസർവേറ്റീവ് പാർട്ടിയുടെ 48% വോട്ടർമാരും തങ്ങളുടെ പാർട്ടികളെ കൈയൊഴിഞ്ഞു എന്നാണ്. ഈ 2 വോട്ടർമാർ റീഫോം UKയിലേക്കാണ് മാറിയിരിക്കുന്നത്. ലേബർ പാർട്ടിയുടെ സീറ്റുകൾ 403 നിന്നും 140 കുറയുമ്പോൾ കൺസർവേറ്റീവ് പാർട്ടി വെറും 10 സീറ്റുകൾ മാത്രം ഒതുങ്ങുമെന്നും സർവേ ഫലങ്ങൾ പറയുന്നു. അടുത്ത പൊതു തെരഞ്ഞെടുപ്പിൽ തന്റെ പാർട്ടിക്ക് ഭൂരിപക്ഷം നേടാനാകുമെന്ന് തന്നെയാണ് സർവേ ഫലം സൂചിപ്പിക്കുന്നത് എന്ന് റീഫോം UK നേതാവ് നിക്കൽ ഫെറാജ് പറഞ്ഞു. ടോണി ബ്ലെയറിന് ശേഷം ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിലേറി ഒരു വർഷം മുൻപ് തന്നെ ലേബർ പാർട്ടിയുടെ ജനപിന്തുണ കുത്തനെ ഇടിയുന്നതാണ് അഭിപ്രായ സർവേയിൽ കാണാൻ സാധിക്കുന്നത്. വെറും 19% പേർ മാത്രമാണ് സ്റ്റാർമറുടെ പ്രവർത്തനം തൃപ്തികരമെന്ന് സൂചിപ്പിക്കുന്നത്. അതേസമയം 73% പേർ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിൽ അതൃപ്തി രേഖപ്പെടുത്തുകയും ചെയ്തു. വിദേശ ഡോക്ടർമാർ ബ്രിട്ടൻ ഒഴിവാക്കുന്നു. UKയിലേക്ക് വരാനും ജോലി ചെയ്യാനും വിദേശ ഡോക്ടർമാർ വിമുഖത കാണിക്കുന്നതിലേക്ക് നയിക്കുന്നത് കുറഞ്ഞ ശമ്പളവും എന്ന സൂചന. ഉയർന്ന ജീവിത ചെലവും മോശം ജീവിത നിലവാരവുമാണ് എന്നാണ് മറ്റൊരു കണ്ടെത്തൽ. ജനറൽ മെഡിക്കൽ കൗൺസിൽ നടത്തിയ അന്വേഷണത്തിലാണ് വിദേശ പരിശീലനം നേടിയ ഡോക്ടർമാർ UKയെ ഉപേക്ഷിച്ച് മെച്ചപ്പെട്ട വരുമാനവും ജീവിതവും നൽകുന്ന US-ലേക്കും ഓസ്ട്രേലിയ, കാനഡ പോലുള്ള രാജ്യങ്ങളിലേക്കും പോകുന്നതെന്ന് വ്യക്തമാകുന്നു. GMC നടത്തിയ സർവേയിൽ വിദേശ ഡോക്ടർമാരിൽ 84% പേരാണ് മറ്റു രാജ്യങ്ങൾ ബ്രിട്ടനേക്കാൾ കൂടുതൽ ശമ്പളം നൽകുന്നതായി ചൂണ്ടിക്കാണിച്ചത്. കേവലം 5% മറിച്ച് അഭിപ്രായപ്പെട്ടത്. ജീവിത ചെലവ്, ജീവിത നിലവാരം എന്നീ വിഷയങ്ങളിലും UKയ്ക്ക് മോശം റേറ്റിംഗ് ആണ് ഇവർ നൽകുന്നത്. UKയിലെ റെസിഡന്റ് ഡോക്ടർമാർ 29% ശമ്പള വർധന ആവശ്യപ്പെട്ട് സമരം നടത്തുന്നതിന് അംഗീകാരം നേടാൻ BMA വോട്ടിംഗ് നിർത്തുമ്പോഴാണ് ഈ ദുരവസ്ഥ പുറത്തുവരുന്നത്. UKയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഡോക്ടർമാർ ഇത്തരമൊരു ആശങ്ക നേരിടുന്നത് വിഷയമായി കണ്ട് പരിഹരിക്കേണ്ടതുണ്ട് എന്ന് GMC ചീഫ് എക്സിക്യൂട്ടീവ് ചൂണ്ടിക്കാണിക്കുന്നു. ഇംഗ്ലണ്ടിലെ ആയിരക്കണക്കിന് രോഗികൾക്ക് ഇന്നു മുതൽ ആദ്യമായി അവരുടെ GP വഴി അമിതവണ്ണം കുറയ്ക്കുന്നതിനുള്ള മരുന്നുകൾ ലഭ്യമാകും. തുടക്കത്തിൽ കുടുംബ ഡോക്ടർമാർക്ക് മരുന്നുകൾ നിർദ്ദേശിക്കാൻ അനുവാദമുണ്ടാകുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഏകദേശം 2,20,000 ആളുകൾക്ക് അടുത്ത 3 വർഷത്തിനുള്ളിൽ മരുന്ന് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുന്നതിലൂടെ ഭക്ഷണം ദഹിക്കുന്നത് മന്ദഗതിയിലാക്കിയാണ് മരുന്ന് ശരീരവണ്ണം കുറയ്ക്കാൻ സഹായിക്കുന്നത്. അമിതവണ്ണം മൂലമുള്ള കൂടുതൽ ആരോഗ്യ പ്രശ്നമുള്ളവർക്കായിരിക്കും തുടക്കത്തിൽ മരുന്ന് നൽകി തുടങ്ങുന്നത്. നിലവിലെ ജോലിയോടൊപ്പം മരുന്ന് വിതരണം കൈകാര്യം ചെയ്യുന്നത് തങ്ങൾക്ക് അധിക ജോലിഭാരം ഉണ്ടാക്കുമെന്ന പരാതി GPമാരുടെ ഭാഗത്ത് നിന്ന് ഉയർന്നു വന്നിട്ടുമുണ്ട്. മരുന്നിന്റെ വിതരണം സമ്മർദ്ദമുണ്ടാക്കിയേക്കാമെന്ന് ഫാർമസികളും പറഞ്ഞു. ബോഡി മാസ് ഇൻഡെക്സ് സ്കോർ 40-ൽ കൂടുതലുള്ളവർക്കും ടൈപ്പ് 2 പ്രമേഹം, ഉയർന്ന രക്തസമ്മർദ്ദം, ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ തുടങ്ങിയ പൊണ്ണത്തടിയുമായി ബന്ധപ്പെട്ട കുറഞ്ഞത് 4 ആരോഗ്യ പ്രശ്നമുള്ളവർക്കും ആണ് തുടക്കത്തിൽ മരുന്ന് നൽകുക.
UK-യിൽ ഏകദേശം 1.5 ദശലക്ഷം ആളുകൾ ഇതിനകം തന്നെ ശരീരഭാരം കുറയ്ക്കാനുള്ള മരുന്നുകൾ കഴിക്കുന്നുണ്ട് എന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നു. അവ സ്പെഷ്യലിസ്റ്റ് വെയ്റ്റ് ലോസ് സർവീസസ് വഴിയോ സ്വകാര്യ കുറിപ്പടി വഴിയോ ആണ് ആവശ്യക്കാർക്ക് നൽകുന്നത്. ജോലിഭാരത്തിനൊപ്പം ഇത്തരം മരുന്ന് കൈകാര്യം ചെയ്യുന്നതിനുള്ള പരിശീലനക്കുറവിനെ കുറിച്ചും GP-മാരുടെ ഭാഗത്ത് നിന്ന് പരാതികൾ ഉയർന്നു വരുന്നുണ്ട്. വെയ്റ്റ് ലോസ് മരുന്നുകളുടെ നേട്ടങ്ങൾ തങ്ങൾ തിരിച്ചറിയുന്നുണ്ടെങ്കിലും ഭാരം കുറയ്ക്കാനുള്ള മരുന്നുകൾ പൊതു പ്രാക്ടീസിലേക്ക് കൊണ്ടുവരുന്നതിന്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് നിരവധി GP-മാർ ആശങ്കാകുലരാണ് എന്ന് ജനങ്ങൾക്കറിയാം എന്ന് റോയൽ കോളേജ് ഓഫ് GP-കളുടെ ചെയർമാനായ പ്രൊഫസർ കാമില്ല ഹോത്തോൺ പറഞ്ഞു. ഇന്ത്യൻ വംശജനായ ഒരു സീനിയർ ഹാർട്ട് സർജൻ സഹപ്രവർത്തകരോട് ലൈംഗിക ചുവയോടെ സംസാരിക്കുകയും പെരുമാറുകയും ചെയ്തു എന്ന ആരോപണത്തിൽ കുറ്റക്കാരനാണ് എന്ന് പ്രസ്റ്റൺ ക്രൗൺ കോടതി കണ്ടെത്തി. ബ്ലാക്ക്പൂൾ വിക്ടോറിയ ഹോസ്പിറ്റലിലെ 5 സ്ത്രീകളോട് മോശമായി പെരുമാറിയെന്ന 14 ചാർജുകളിൽ 12 എണ്ണത്തിലാണ് അമൽ ബോസ് എന്ന സർജൻ കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തിയത്. മറ്റൊരു വനിതാ സഹപ്രവർത്തക ഉന്നയിച്ച ആരോപണങ്ങളിൽ ഇയാളെ കുറ്റവിമുക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. തന്റെ ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്താണ് അമൽ ബോസ് ഇത്തരത്തിൽ പെരുമാറിയതെന്ന് കോടതി നിരീക്ഷിച്ചു. പോലീസ് അറസ്റ്റ് ചെയ്തപ്പോൾ വെറും തമാശയ്ക്ക് ചെയ്തതാണെന്നും അതിൽ ഖേദിക്കുന്നുവെന്നും ഇയാൾ പറഞ്ഞതായും കോടതിയിൽ ബോധിപ്പിച്ചു. ലങ്കാസ്റ്ററിന് സമീപം തുന്നാമിൽ താമസിക്കുന്ന ഇയാൾ ആശുപത്രിയിലെ കാർഡിയോവാസ്കുലർ സർജറി വിഭാഗത്തിന്റെ മേധാവിയാണ്. സെപ്റ്റംബർ 15-ന് ഇയാൾക്ക് ശിക്ഷ വിധിക്കും. ഇനി നാട്ടിലെ വാർത്തകൾ. കേരളത്തിൽ സർക്കാർ ജീവനക്കാർ സേവനകാലത്ത് മരിച്ചാൽ അവരുടെ ആശ്രിതർക്കുള്ള നിയമനത്തെ സംബന്ധിച്ച് സർക്കാർ പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി. ഈ നിയമനം ലഭിക്കാനുള്ള പ്രായപരിധിയും അർഹതയും സംബന്ധിച്ച നിർദ്ദേശങ്ങൾ കൃത്യമായി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ മുതൽ ജീവനക്കാരന്റെ മരണസമയത്ത് ആശ്രിതരുടെ പ്രായം കുറഞ്ഞത് 13 വയസ്സായിരിക്കണം. വിവാഹിതരായ മക്കൾക്കോ മാതാപിതാക്കൾക്കോ ഈ നിയമനത്തിന് അപേക്ഷിക്കാനാകും. എന്നാൽ അവരുടെ ആശ്രിതത്വം തെളിയിക്കുന്ന രേഖകൾ നിർബന്ധമായും ഹാജരാക്കണം. ജോലിയിലെ നിയമനം ആവശ്യപ്പെടുന്നവർ ആൾക്കൂട്ടത്തിൽ 3 വർഷത്തിനകം അപേക്ഷ സമർപ്പിക്കണം. ഈ കാലയളവിൽ അപേക്ഷിക്കാത്ത പക്ഷം അവകാശം നഷ്ടപ്പെടും. 18 വയസ്സ് തികഞ്ഞ ശേഷം അപേക്ഷിക്കുന്നവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ലഭ്യമല്ല. നിലവിലെ രീതിയിൽ ജോലി ലഭിക്കാൻ പ്രായം, വരുമാനം, ആശ്രിതത്വം തുടങ്ങിയവ പരിശോധിച്ച ശേഷം മാത്രമേ അവസരം നൽകുകയുള്ളൂ. ഓൺലൈൻ വഴി അപേക്ഷ സമർപ്പിക്കേണ്ടതും ഓരോ വകുപ്പും തസ്തികകളുടെ വിവരങ്ങൾ ഓൺലൈനിൽ അപ്ഡേറ്റ് ചെയ്യേണ്ടതുമാണ്. PSC മുഖേന ലഭിക്കുന്ന നിയമനത്തിൽ ജോയിങ്ങിനായി സാധാരണയായി അനുവദിക്കാനുള്ള സമയപരിധി 45 ദിവസമാണ്. ഈ സമയം കൊണ്ട് ജോലിയിൽ പ്രവേശിക്കാൻ കഴിയാത്ത പക്ഷം ആവശ്യമായ രേഖകളോടെ കൂടുതൽ സമയം സർക്കാർ അനുവദിക്കേണ്ടതുണ്ട്. പ്രത്യേക സാഹചര്യങ്ങളിൽ വിദ്യാഭ്യാസം തുടങ്ങിയ കാരണങ്ങൾ കൊണ്ട് ജോയിനിങ് വൈകുന്നുവെങ്കിൽ സർക്കാരിന്റെ പ്രത്യേക ഉത്തരവുകൾ ഉണ്ടാകും. അഹമ്മദാബാദ് വിമാന അപകടത്തിൽ മരിച്ച മലയാളി രഞ്ജിതയുടേതടക്കം 8 പേരുടെ മൃതദേഹം ഇനിയും തിരിച്ചറിയാനായിട്ടില്ലെന്ന് റിപ്പോർട്ട്. DNA പരിശോധനയിലൂടെ മൃതദേഹം തിരിച്ചറിയാൻ സാധിക്കാത്ത 8 പേരുടെ കുടുംബാംഗങ്ങളോട് രണ്ടാമതും DNA സാമ്പിൾ ആവശ്യപ്പെട്ടു. രണ്ടാമതൊരു ബന്ധുവിന്റെ കൂടി DNA സാമ്പിൾ നൽകണമെന്നാണ് നിർദ്ദേശം. DNA മാച്ച് ചെയ്യാതെ മൃതദേഹങ്ങൾ വിട്ടു നൽകാൻ സാധിക്കില്ലെന്ന് അധികൃതർ വ്യക്തമാക്കിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് വിമാനാപകടത്തിൽ മരിച്ച 8 പേരുടെ കുടുംബാംഗങ്ങളോട് രണ്ടാമതും DNA സാമ്പിൾ നൽകാൻ അധികൃതർ ആവശ്യപ്പെട്ടത്. അതേസമയം വിമാനാപകടത്തിൽ മരിച്ച 247 പേരെ തിരിച്ചറിഞ്ഞു. ഇതിനകം 232 മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകി. രണ്ടാമത്തെ DNA പരിശോധനയിലൂടെ കൂടുതൽ പേരുടെ മൃതദേഹങ്ങൾ തിരിച്ചറിയാനാകുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ. DNA പരിശോധനയിലൂടെ തിരിച്ചറിഞ്ഞ 247 പേരിൽ 238 പേർ വിമാനത്തിൽ ഉണ്ടായിരുന്നവരാണ്. മറ്റ് 9 പേർ വിമാനം തകർന്നു വീണ സ്ഥലത്തുണ്ടായിരുന്നവരാണ്. രഞ്ജിതയുടെ സഹോദരൻ രതീഷും അമ്മാവൻ ഉണ്ണികൃഷ്ണനും നടപടിക്രമങ്ങൾക്കായി അഹമ്മദാബാദിലെത്തിയിരുന്നു. പത്തനംതിട്ട പുല്ലാട് സ്വദേശിയാണ് വിമാനാപകടത്തിൽ മരിച്ച രഞ്ജിത. സർക്കാർ ജോലിയിൽ പുനഃപ്രവേശിക്കാനുള്ള അനുമതി ലഭിച്ചതിനെ തുടർന്ന് അതിന്റെ നടപടിക്രമങ്ങൾക്കായിട്ടായിരുന്നു ഒരു ചുരുങ്ങിയ ദിവസത്തെ അവധിക്കായി രഞ്ജിത നാട്ടിലെത്തിയത്. ലണ്ടനിൽ തിരികെ എത്തി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി വീണ്ടും നാട്ടിലെത്തി സർക്കാർ ജോലിയിൽ പ്രവേശിക്കാനായിരുന്നു രഞ്ജിത തീരുമാനിച്ചിരുന്നത്. ഇതിനിടെയാണ് രഞ്ജിതയെ തേടി ദുരന്തം എത്തിയത്. ആശാ വർക്കർ എന്ന അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റുകൾക്ക് 3 മാസത്തെ ഓണറേറിയം നൽകാൻ ആവശ്യമായ തുക അനുവദിച്ച് സർക്കാർ. ജൂൺ മുതൽ ഓഗസ്റ്റ് വരെയുള്ള മാസങ്ങളിൽ ഓണറേറിയമായി നൽകേണ്ട തുകയാണ് അനുവദിച്ചത്. പ്രതിമാസം 7,000 രൂപ വീതം 26,125 ആശമാർക്കാണ് ഓണറേറിയം ലഭിക്കുക. ഇതിനായി 54,86,25,000 രൂപയാണ് അനുവദിച്ചത്. ആശാ സമരത്തിനിടെയാണ് ഈ തീരുമാനം. 2005-ൽ കേന്ദ്ര സർക്കാർ തുടങ്ങിയ ആശാ പദ്ധതിയുടെ ഭാഗമായി കേരളത്തിൽ നിലവിൽ 26,000-ന് മുകളിൽ ആശമാരാണുള്ളത്. ഇവർക്ക് 500 രൂപയായിരുന്നു തുടക്കത്തിൽ ഓണറേറിയം. 2016-ൽ 1,000 രൂപയായി. LDF സർക്കാരാണ് 1,000-ൽ നിന്ന് 7,000 രൂപയാക്കിയത്. ഈ തുക സംസ്ഥാനമാണ് നൽകുന്നത്. ആശമാർക്ക് രാജ്യത്തെ ഏറ്റവും ഉയർന്ന വേതനം നൽകുന്നത് കേരളത്തിലാണ്. ഓണറേറിയത്തിന് പുറമെയുള്ള ഇൻസെന്റീവിൽ 60% കേന്ദ്രവും 40% സംസ്ഥാനവുമാണ് വഹിക്കേണ്ടത്. ഇതിലാണ് കേന്ദ്രം നൽകേണ്ട 100 കോടി കുടിശ്ശികയായത്. കേന്ദ്ര സർക്കാർ നൽകിയില്ലെങ്കിലും സംസ്ഥാനം ഇതുകൂടി ചേർത്താണ് വിതരണം ചെയ്തത്. കൃത്യമായി ജോലി ചെയ്യുകയാണെങ്കിൽ ഇൻസെന്റീവ് ഉൾപ്പെടെ കേരളത്തിലെ ആശയ്ക്ക് പ്രതിമാസം 13,200 രൂപ വരെ ലഭിക്കും. കേന്ദ്രവിഹിതം മുടങ്ങിയിട്ടും സംസ്ഥാന സർക്കാർ വേതനം നൽകുന്നു. ഇനി സ്പോർട്സ് വാർത്തകൾ. 2026-ലെ പുരുഷ T20 ലോകകപ്പ് യോഗ്യത നേടി കാനഡ. ഇന്ത്യയിലും ശ്രീലങ്കയിലുമായി നടക്കുന്ന 20 ടീമുകൾ മാറ്റുരയ്ക്കുന്ന ലോകകപ്പിൽ യോഗ്യത നേടുന്ന 13ാമത്തെ ടീമാണ് കാനഡ. ചതുർരാഷ്ട്ര ടൂർണമെന്റിൽ അമേരിക്കയിലെ ഒന്റാറിയോയിൽ ബഹമാസിനെതിരെ 7 വിക്കറ്റ് ജയിച്ചതോടെയാണ് കാനഡ യോഗ്യത ഉറപ്പിച്ചത്. ടൂർണമെന്റിൽ കാനഡയുടെ തുടർച്ചയായ 5ാമത്തെ വിജയമാണിത്. ബർമുഡയും കേമാൻ ഐലൻഡുമാണ് മറ്റ് ടീമുകൾ.
ഫിഫ ക്ലബ് ലോകകപ്പിൽ സ്പാനിഷ് കരുത്തരായ റയൽ മാഡ്രിഡിന് തകർപ്പൻ ജയം. ഞായറാഴ്ച നടന്ന മത്സരത്തിൽ മെക്സിക്കൻ ക്ലബ് പാച്ചുക്കയെ 1-3 ഗോളുകൾക്കാണ് റയൽ തോൽപ്പിച്ചത്. ജൂഡ് ബെല്ലിംഗ്ഹാം, ആന്റാ ഗുല്ലർ, ഫെഡറിക്കോ വാൽവറേഡെ എന്നിവരാണ് റയലിനായി ഗോളുകൾ നേടിയത്. എലിയാസ് മോൺട്രിയൽ ആണ് പാച്ചുക്കയ്ക്കായി ഗോൾ സ്കോർ ചെയ്തത്. വിജയത്തോടെ റയലിന് 4 പോയിന്റായി. ഗ്രൂപ്പ് എച്ചിൽ 1-ാം സ്ഥാനത്തെത്താനും ഇതോടെ റയലിന് സാധ്യമായി. ഇനി ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 116.60 ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക്. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. അടുത്ത ബുള്ളറ്റിനുമായി വരും മണിക്കൂറുകളിൽ കേട്ടുമുട്ടാം. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും.